കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് വലിയ നേട്ടമുണ്ടാക്കും. അത് BJPയുടെ സംവിധാനത്തിൻ്റെ പ്രിയപ്പെട്ട BJP സംസ്ഥാന കമ്മിറ്റിയുടെ ഇടപെടലിൻ്റെ ഫലമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വലിയ സംവിധാനം ഇവിടെ ഒരുക്കി. സാധാരണ ലോകകപ്പ് ഫുട്ബോൾ മത്സരമൊക്കെ നടക്കുന്ന സമയത്ത് വലിയ സ്ക്രീനിൽ പരിപാടി കാണിക്കും. പിള്ളേരുകളൊക്കെ കളി കാണാൻ വേണ്ടി പോകും. ഇതുപോലെ ചരിത്രത്തിലാദ്യമായി കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ BJPയുടെ ഓഫീസിൻ്റെ മുമ്പിൽ വലിയ സ്ക്രീൻ വെച്ചു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ സകലമാന ആളുകളും അവിടെ വന്ന് നിരന്നിരുന്നു. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. എന്നിട്ട് ബഡ്ജറ്റിൻ്റെ പ്രസംഗം വായിച്ചു. അരമണിക്കൂർ കഴിഞ്ഞു, കേരളത്തിൽ ഒന്നുമില്ല. 1 മണിക്കൂർ കഴിഞ്ഞു, ഒന്നുമില്ല. 1.5 മണിക്കൂറിൻ്റെ പ്രസംഗം കഴിച്ചപ്പോൾ വട്ടപൂജ്യം കിട്ടി. എന്താണ് കിട്ടിയത്? ആമമുട്ടയാണ് കിട്ടിയത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ, മാധ്യമക്കാർ ചോദിച്ചപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം, ഞങ്ങൾ പിന്നീട് പറയാം, നടപ്പിലാക്കാൻ വേണ്ടി മുമ്പ് കൊടുത്തുവെന്നും ഇപ്പോൾ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളൊരു തട്ടുത്തരവും പറഞ്ഞ് തൽക്കാലത്തേക്ക് തടികേടാതെ രക്ഷപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്കറിയാം, വലിയ വലിയ പദ്ധതികളൊക്കെ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒരു മെട്രോമാനുണ്ട്. മെട്രോമാനെ നിങ്ങൾക്കറിയാം, ശ്രീധരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പാലക്കാട് മത്സരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ചെറുതിനൊന്നല്ല മത്സരിച്ചത്, കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനെന്നായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം MLAയുടെ ഓഫീസും അസംബ്ലി മത്സരിക്കുന്ന ആദ്യം തന്നെ ആരംഭിച്ചു. പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഇതുപോലെ തന്നെ ഇപ്പോഴൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽവേ പൊന്നാനിയിൽ ഓഫീസും തുടങ്ങി. ഒരു കാര്യം ഉറപ്പാണ്, പൊന്നാനി ഒരുപാട് കടലാമകളുള്ള പ്രദേശമാണ്. കടലാമകൾക്ക് മുട്ടയിടാൻ വേണ്ടിയും അതിനെ പരിരക്ഷിക്കാൻ വേണ്ടിയും തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രീധരൻ്റെ ആ ഓഫീസ് ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഷ്ടപ്പെട്ട ഒരെണ്ണം ഇവിടെയാണ്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി നമുക്ക് പറ്റണം.